ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ കിഷ്കിന്ധാകാന്ഡമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഹനുമാൻ സ്വാമിയെയും സുഗ്രീവനെയും കണ്ടു. അവർ സുഹൃത്തുക്കളായി പരസ്പരം സഹായിക്കാമെന്നേറ്റു. സുഗ്രീവൻ തൻ്റെ വിഷമാവസ്ഥ ഭഗവാനോട് പറയുന്ന ഭാഗം വരെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ബാക്കി ഭാഗം നമുക്ക് നോക്കാം. സുഗ്രീവൻ പറഞ്ഞ പൂർവവൃത്താന്തം രാമനും ലക്ഷ്മണനും ശ്രദ്ധിച്ചു കേട്ടു. ശ്രീരാമൻ പറഞ്ഞു, മിത്രമേ, വലിയ സങ്കടത്തിൽ പെട്ടിരിക്കുന്നു. ബാലിയുടെ ദേശത്തിനടുത്ത് ഇങ്ങനെ ജീവിക്കാൻ എത്ര ധൈര്യമുണ്ടായാലാണ് പറ്റുന്നത്? സുഗ്രീവൻ ഉടനെ പറഞ്ഞു, ഇത് ഋഷ്യമൂകമാണ്. ഈ പ്രദേശത്തിന് ഒരു കഥയുണ്ട്. മായാവിയുടെ അനുജനാണ് ദുന്ദുഭി. മഹിഷരൂപിയായ അവൻ ജ്യേഷ്ഠൻ മായാവിയുടെ മരണം കേട്ട് കോപിച്ച് ബാലിയെ നേരിട്ടു. വിക്രമിയായ അവന് ആരെയും പേടിയില്ല. സമുദ്രത്തെ ചെന്ന് യുദ്ധത്തിന് വെല്ലുവിളിച്ചു. സമുദ്രം പിന്മാറി. ഹിമാലയത്തെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. മഹാദേവൻ്റെ ശശ്വരനാണ് ഹിമാലയം. ആ ഹിമവാന്റെ നേരെ ദർപ്പത്തോടെ ചെന്നാൽ ദർപ്പം തകരും. ഹിമവാൻ ഞാണുലി മുഴക്കി ബാണമെയ്തു. ഞൊടിക്കുള്ളിൽ ദുന്ദുഭി ഹിമാലയത്തിന് മുകളിലെത്തി കൊമ്പുകൊണ്ട് പർവ്വതം കുത്തിക്കീറി. ഹിമാലയം ദുന്ദുഭിയോട് പറഞ്ഞു, നീ മഹാബലശാലിയാണെങ്കിൽ കിഷ്കിന്ധയിൽ ചെല്ലൂ. മഹാബലശാലിയായ ബാലി അവിടെയുണ്ട്. അവൻ്റെ ബുദ്ധിയും ബലവും തകർക്കണം. ബാലിയുടെ മനോഹരമായ മധുവനത്തിൽ പ്രവേശിക്കുക. മധുവനം രാജഭണ്ഡാരമാണ്. മധു ആസ്വദിച്ചുകൊണ്ട് അവിടെ ജീവിക്കുക. ബാലിക്കത് സഹിക്കുകയില്ല. യുദ്ധത്തിന് വരും. നിന്റെ ജ്യേഷ്ഠൻ മായാവിയെ വധിച്ചത് ആ മഹാബലശാലിയാണ്. ജ്യേഷ്ഠനെ കൊന്നു എന്ന് കേട്ടതും ദുന്ദുഭി ക്രുദ്ധനായി ബാലിയുടെ രാജ്യത്തേക്ക് വന്നു. കൊമ്പുകൊണ്ട് കാനനത്തെ കുത്തിക്കീറി. ബാലി കോപത്തോടെ ഘോരയുദ്ധം തുടങ്ങി. 2 മഹാവീരന്മാർ. നക്ഷത്രങ്ങളുടെ നടുക്ക് ചന്ദ്രൻ ഉദിച്ചതുപോലെ ബാലി ഇറങ്ങി വന്നു. മഹിഷനും കോപത്താൽ ചുവന്ന കണ്ണുകളോടെ ഗർജിച്ചു. 2 പേരും പരസ്പരം വെല്ലുവിളിച്ചു. ദുന്ദുഭി ബാലിയോട് പറഞ്ഞു, ആദ്യം ഞാൻ നിന്റെ വിക്രമം അറിയട്ടെ. നിന്റെ ശരീരം തകർത്ത് യമനെ കാണിക്കും. ഈ ദണ്ഡം കൊണ്ട് നിന്റെ പ്രാണൻ ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് 2 കൊമ്പുകളും കൊണ്ട് ബാലിയുടെ ശരീരത്തിൽ കുത്തി. ബാലിയുടെ ശരീരം മുഴുവൻ മുറിവുകളുണ്ടായി. അശോകവും ഇലഞ്ഞിയും വസന്തത്തിൽ പൂത്തതുപോലെയായി. ദൈത്യൻ്റെ വിക്രമം കണ്ട് ബാലി ചിരിച്ചു. ദുന്ദുഭിയെ മരം കൊണ്ടും ശില കൊണ്ടും ബാലി ആക്രമിച്ചു. നിരന്തരം അടിച്ചിട്ടും അസുരൻ തോറ്റില്ല. കൊമ്പ് 2ഉം കുലുക്കി ബാലിയുടെ നേരെ ചെന്നു. ബാലി 2 കൊമ്പിലും പിടിച്ച് മഹിഷത്തെ ആകാശത്തിലേക്ക് ഉയർത്തി. പമ്പരം പോലെ വട്ടം കറക്കി പാറയിലടിച്ചു. മഹിഷാസുരൻ്റെ തല പൊട്ടിച്ചെതറി. ജീവനറ്റ ശരീരം താഴെ വീണു. ബാലി ആ ശരീരം കാലുകൊണ്ട് 1 യോജന ദൂരത്തേക്ക് എറിഞ്ഞു. രക്തം 4 പാടുമൊഴുകി. രക്തം കൊണ്ട് മാതംഗാശ്രമം നനഞ്ഞു. മുനി വിചാരിച്ചു, ആരാണിത് ചെയ്തത്? എൻ്റെ ശരീരത്തിൽ രക്തം തെറിപ്പിച്ചത് എങ്ങനെ? മുനി രക്തം കഴുകിക്കളഞ്ഞ് ഭഗവാനെ സ്മരിച്ച് ശുദ്ധമായി. മഹാകോപത്തോടെ കയ്യിൽ ജലമെടുത്ത് ശാപമന്ത്രം ചൊല്ലി തളിച്ചു. ഈ ദുഷ്ടകർമ്മം ചെയ്തവൻ ഈ പർവ്വതത്തിൽ വന്നാൽ അവന് മരണം നിശ്ചയം. ശാപവാക്യം കേട്ട് ബാലി ദൂരെ നിന്നു തന്നെ മാതംഗമുനിയെ നമസ്കരിച്ച് പരിഹാരമെന്ത് എന്ന് ചോദിച്ചു. സങ്കടസാഗരത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണമേ എന്ന് അപേക്ഷിച്ചു.
മുനി പറഞ്ഞു, എൻ്റെ ശാപത്തിന് മാറ്റമില്ല. നീ ഇനി ഈ പർവ്വതത്തിൽ കയറരുത്. ആ ശാപത്താൽ ബാലി ഋഷ്യമൂകത്തിൽ വരികയില്ല. ഋഷ്യമൂകത്തിൽ വന്നാൽ ബാലി മരിക്കും. ഇത് എല്ലാവർക്കും അറിയാം. ബാലിക്കുണ്ടായ ആ ശാപമാണ് എൻ്റെ രക്ഷ. ശ്രീരാമൻ എല്ലാം കേട്ടിട്ട് പറഞ്ഞു, മിത്രമേ, എല്ലാ വിവരങ്ങളും പറഞ്ഞുവല്ലോ. ബാലിയെ കൊന്ന് ഞാൻ നിന്നെ പ്രബലനാക്കും. ബാലിയുടെ വിക്രമത്തെപ്പറ്റി സുഗ്രീവൻ പറഞ്ഞു. ബാലി മഹാവിക്രമസാഗരമാണ്. പ്രഭാതത്തിൽ അരുണൻ ഉദിക്കുമ്പോൾ 4 കടലുകളിൽ ചെന്ന് സന്ധ്യാവന്ദനം ചെയ്യും. പർവ്വതശിഖരം അടർത്തിയെടുത്ത് മുകളിലേക്കെറിയും. എന്നിട്ട് 2 കൈകൊണ്ട് പിടിച്ചെടുക്കും. അത്ര ബലവാനാണ്. സ്വന്തം ബലം എന്നും ഇങ്ങനെ പരീക്ഷിക്കും. 7 ഭൂഖണ്ഡത്തിലും ഒരു നിമിഷം കൊണ്ട് ചുറ്റി നടക്കും. വായുവിന് ബാലിയുടെ ഒപ്പം സഞ്ചരിക്കാൻ പറ്റുകയില്ല. ഒറ്റ ബാണം കൊണ്ട് കൊന്നില്ലെങ്കിൽ ബാലി എന്നെ വധിക്കും. മഹാവീരനായ ബാലിയുമായി യുദ്ധം ചെയ്താൽ 3 ലോകങ്ങളിലെ വീരന്മാർക്കും തോൽവി പിണയും. സുഗ്രീവൻ പറഞ്ഞത് കേട്ട് ലക്ഷ്മണൻ പറഞ്ഞു, ഏതു പ്രവൃത്തി കണ്ടിട്ടാണ് അങ്ങനെ തോന്നിയത്? ദൈത്യ ഗന്ധർവന്മാരിൽ ഒരാൾക്കും രാമൻ്റെ ഒരു ബാണത്തിൻ്റെ നേരെ നിൽക്കാൻ പോലും കഴിയുകയില്ല. രാമൻ്റെ വിക്രമത്തെപ്പറ്റി താങ്കൾക്ക് ഒരു ധാരണയുമില്ല എന്ന് തോന്നുന്നു. സുഗ്രീവൻ പറഞ്ഞു, കണ്ടോ, ദുന്ദുഭിയുടെ ശരീരമാണ് ഇവിടെ കിടക്കുന്നത്. അവനെ കാലിൽ പിടിച്ച് പാറയിൽ അടിച്ചാണ് ബാലി കൊന്നത്. സുഗ്രീവൻ കരഞ്ഞുകൊണ്ടാണ് ഈ വിധം പറഞ്ഞത്. രാമനും ലക്ഷ്മണനും സമാശ്വസിപ്പിച്ചു. സുഗ്രീവന് വിശ്വാസമുണ്ടാകാൻ വേണ്ടി ദുന്ദുഭിയുടെ ശരീരം കാലുകൊണ്ട് തട്ടി ദൂരെ എറിഞ്ഞു. ബാലി 1 യോജന ദൂരത്തേക്കാണ് എറിഞ്ഞത്. രാമൻ എറിഞ്ഞത് 100 യോജന ദൂരത്തേക്കാണ്. സുഗ്രീവൻ പറഞ്ഞു, ബാലി ദുന്ദുഭിയെ കൊന്നു വലിച്ചെറിയുമ്പോൾ രക്തമുണ്ടായിരുന്നു. ഇപ്പോൾ ഉണങ്ങി ഭാരം കുറഞ്ഞിട്ടുണ്ട്. അതിനാൽ രാമന് കൂടുതൽ ബലമുണ്ടെന്ന് ഇതിൽ നിന്നെങ്ങനെ അനുമാനിക്കും? ബാലിയുടെ വിക്രമത്തെപ്പറ്റി മറ്റൊരു കഥ പറയാം. രാവണൻ ദിഗ്വിജയത്തിന് വന്നു. ബാലി സാഗരത്തിൽ സന്ധ്യാവന്ദനം ചെയ്യുകയായിരുന്നു. കണ്ണടച്ച് തപസ്സായതിനാൽ യുദ്ധം ചെയ്യില്ല എന്നോർത്ത് രാവണൻ പുറകിൽ കൂടി ചെന്ന് വാലിൽ പിടിച്ചു. ബാലി രാവണനെ വാലുകൊണ്ട് ചുറ്റിക്കെട്ടി സാഗരജലത്തിലിട്ട് മുക്കും പൊക്കിയെടുക്കും. പിന്നെയും മുക്കും പൊക്കിയെടുക്കും. 4 സമുദ്രത്തിൽ ചെന്ന് ഇങ്ങനെ തപം ചെയ്തു. രാവണൻ വെള്ളം കുടിച്ച് മരിച്ചു പോകുമെന്നായി. ബാലി തപസ്സു കഴിഞ്ഞ് എഴുന്നേറ്റു. രാവണൻ വാലിൽ തൂങ്ങിക്കിടക്കുന്നു. ബാലി വസതിയിലെത്തി. അപ്പോൾ രാവണൻ പറഞ്ഞു, കവീശ്വര, ക്ഷമിക്കണം. വളരെയേറെ സ്തുതിച്ചപ്പോൾ ബാലി രാവണൻ്റെ തെറ്റ് ക്ഷമിച്ചു, മോചിപ്പിച്ചു. രാവണന് പരമ ആഹ്ലാദമായി. രാമ, ഇനി ഞാൻ വേറൊരു വഴി പറയട്ടെ. ഇപ്പോൾ ചെന്ന് ബാലിയെ കാണുക. ഞങ്ങൾ 2 സഹോദരന്മാരും യോജിച്ചാൽ 2 പേർക്കും കൂടി രാവണനെ വധിക്കാം. ഞങ്ങൾ ഒന്നിച്ചാൽ പിന്നെ രാവണന് ഒന്നുമില്ല. ബാലി വേണമെങ്കിൽ ഒറ്റയ്ക്ക് രാവണനെ തലമുടിക്കുത്തിനു പിടിച്ച് തൂക്കിക്കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ സുഗ്രീവൻ രാമനോട് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞു, ഞാൻ അഗ്നിസാക്ഷിയായി സത്യം ചെയ്ത് പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കും. ബാലിയെ കൊന്ന് നിനക്ക് രാജ്യം തരും. എൻ്റെ വാക്ക് ഒരിക്കലും തെറ്റുകയില്ല. പിതൃവാക്യമനുസരിച്ച് ഞാൻ വനത്തിൽ വന്നത് അതുകൊണ്ട് ആണല്ലോ. രാമൻ ഇത്രയും പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ സുഗ്രീവനെ വിളിച്ചു പറഞ്ഞു, ആ 7 പനകൾ വട്ടത്തിൽ നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് വിശ്വാസമാകാൻ അവ എയ്തു മുറിക്കാം. ആ 7 മരങ്ങളെയും ഒരു കഷ്ണം കൊണ്ട് എയ്തു മുറിക്കാമെങ്കിൽ നിങ്ങൾക്ക് ബാലിയെ ജയിക്കാൻ സാധിക്കുമെന്ന് സുഗ്രീവനും പറഞ്ഞു. രഘുപതി ചിരിച്ചു. ശ്രീരാമൻ പെട്ടെന്ന് ആവനാഴിയിൽ നിന്നും സുചിത്രവും വിചിത്രവുമായ അമ്പെടുത്തു. വലതു കൈയിൽ മുറുകെ പിടിച്ചു. രാമബാണം 7 പനകളെയും മുറിച്ചു തള്ളിക്കൊണ്ട് ഋഷ്യമുഖാചലത്തെ ഭേദിച്ച് പാതാളത്തിലേക്ക് കടന്നു. രാജഹംസ രൂപത്തിൽ പറന്ന് ബാണം തിരികെ വന്ന് ആവനാഴിയിൽ കയറി പഴയ രൂപം സ്വീകരിച്ചു. അത്ഭുത വിക്രമം കണ്ട് എല്ലാവരും അമ്പരന്നുപോയി. വാനരന്മാരെല്ലാം രാമൻ്റെ പാദധൂളി അണിഞ്ഞു.
സുഗ്രീവൻ പറഞ്ഞു, അങ്ങയുടെ വിക്രമം സമ്മതിച്ചിരിക്കുന്നു. വൈകുണ്ഠത്തിൽ നിന്നും മനുഷ്യരൂപത്തിൽ പുറപ്പെട്ടു വന്ന മഹാവിഷ്ണുവാണങ്ങ്. അങ്ങയെപ്പോലൊരു മിത്രത്തെ വിധി എനിക്ക് തന്നു. അങ്ങയുടെ പ്രതാപത്താൽ എനിക്ക് രാജ്യവും ചെങ്കോലും വെൺകൊറ്റക്കിടയും തിരികെ കിട്ടും. രാമൻ പറഞ്ഞത്, എന്തിനാണ് താമസിക്കുന്നത്? ഉടൻ തന്നെ ബാലിയെ കാണിച്ചു തരിക. കണ്ടാലുടൻ ശത്രുവിനെ വധിച്ച് പേടി മാറ്റിയേക്കാം. മിത്രമേ, സുഖമായി രാജ്യം ഭരിച്ചുകൊള്ളുക. രാമൻ സുഗ്രീവനെ ആശ്വസിപ്പിച്ചു. 7 പേരും കൂടി കിഷ്കിന്ധയിലേക്ക് പോയി. രാമൻ പതുക്കെ രാജഭവനത്തിൻ്റെ ഗോപുരത്തിനടുത്തേക്ക് ചെന്നു. 2 പേരും വൃക്ഷത്തിൻ്റെ മറവിൽ ഒളിച്ചു നിന്നു. സുഗ്രീവനോട് പറഞ്ഞു, ഗോപുരത്തിൽ നിന്നും സിംഹനാദത്തിൽ അലറുക. അലർച്ച കേട്ട് ബാലി വന്ന് സമരം ആരംഭിക്കും. ഞാൻ അപ്പോൾ ഒരു ബാണം കൊണ്ട് ബാലിയെ വധിക്കാം. സുഗ്രീവൻ അതനുസരിച്ച് ബാലിയുടെ വസതിക്ക് മുമ്പിൽ ചെന്ന് ഗർജിച്ചു. ബാലി പുറത്തു വന്നു സുഗ്രീവന്റെ മേൽ ചാടി വീണു. 2 പേരും കൂടി മല്ലയുദ്ധം തുടങ്ങി. 2 കരടികൾ തമ്മിലടിക്കുന്നത് പോലെ ആർക്കും ക്ഷീണമില്ല. ശ്രീരാമൻ വില്ലിൽ അമ്പു തൊടുത്തു. തക്കം നോക്കി നിന്നു. 2 പേരുടെയും ആകൃതിയും വേഷവും വയസ്സും ഒരുപോലെ. രാമന് ബാലിയെയും സുഗ്രീവനെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ബാലിയെ വധിക്കാൻ വന്നിട്ട് സ്വന്തം മിത്രം മരിച്ചാലോ? സുഗ്രീവന് ബാലിയുടെ വജ്രാഘാതം പോലെയുള്ള അടി താങ്ങാനാവുന്നില്ല. അതുല്യ പ്രതാപനായ ബാലിയോട് ആർക്ക് പടവെട്ടാനാകും? യുദ്ധാരംഭത്തിൽ തന്നെ സുഗ്രീവൻ തളർന്നു. ബാലിക്ക് വേണമെങ്കിൽ വധിക്കാമായിരുന്നു. സഹോദരനാണല്ലോ എന്ന് വെച്ച് ജീവൻ കൊടുത്തതാണ്. സുഗ്രീവൻ അംഗഭംഗത്തോടെ രക്തത്തിൽ കുളിച്ചു ഋഷ്യമൂകത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. മുനിയുടെ ശാപമോർത്ത് ബാലി തിരികെ പോന്നു. ഗർജിച്ചുകൊണ്ട് ഭവനത്തിൽ പോരുമ്പോൾ ബാലി പറഞ്ഞു, നന്നായി, ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. എന്തുത്സാഹത്തോടെയാണ് യുദ്ധത്തിന് വന്നത്! ഓടിയതുകൊണ്ട് ജീവൻ കിട്ടി. ഇനി കണ്ടുപോയാൽ കൊന്നുകളയും. സുഗ്രീവൻ ശരീരം തകർന്ന് ഋഷ്യമൂകത്തിലെത്തി. ശ്രീരാമനും ലക്ഷ്മണനും മറ്റു വാനരന്മാരും ഋഷ്യമൂകത്തിലേക്ക് ചെന്നു. സുഗ്രീവൻ തല ഉയർത്തി രാമനെ നോക്കിയില്ല. തലയിൽ നിന്നും രക്തമൊഴുകുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ചു തന്നെ സുഗ്രീവൻ ചോദിച്ചു, ബാലിയോട് യുദ്ധം ചെയ്തു. ഇന്ന് ഞാൻ മരിച്ചെങ്കിൽ രാജ്യഭരണം ആരു ചെയ്തേനെ? ആര് രാമനെ സഹായിച്ചേനെ? കൊല്ലാൻ കഴിയുകയില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞെങ്കിൽ ബാലിയോട് യുദ്ധത്തിന് പോകുമായിരുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ബാലിയെ കൊല്ലാൻ എളുപ്പമല്ല. ബാലി ചില്ലറക്കാരനല്ല. എത്രയെത്ര വീരന്മാരുണ്ട് ലോകത്തിൽ, ബാലിയെ വധിക്കാൻ കഴിയുന്നില്ല. ഇത് കേട്ട് രാമൻ പറഞ്ഞു, മിത്രമേ, അധികം പറയണ്ട. 2 പേരെയും കണ്ടിട്ട് ഒരുപോലെ തോന്നി. പ്രായം, രൂപം, വേഷം എല്ലാം ഒരുപോലെ. മിത്രത്തെ കൊന്ന് പോയാലോ എന്നോർത്താണ് ഞാൻ ബാണം പ്രയോഗിക്കാഞ്ഞത്. ഒരടയാളം അണിഞ്ഞുകൊണ്ടു പോകാം. തിരിച്ചറിയാൻ കഴിയണം. ബാലിയെ ഞാൻ വധിക്കും, നീ രാജാവാകും. വീണ്ടും യുദ്ധത്തിന് ചെന്നാൽ ബാലി വരുമെങ്കിൽ മനസ്സിലെ വിഷമം ഇപ്പോൾ തന്നെ തീർക്കാം. രാമന്റെ വാക്ക് കേട്ട് ആശ്വസിച്ചു. സുഗ്രീവൻ ആ രാത്രി കഴിച്ചുകൂട്ടി. ഹരേ കൃഷ്ണ. ബാലിവധമാണ് അടുത്തത്. അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പറയാം. ഇന്നത്തെ ദിവസം ഈ 2 വീഡിയോകളും നിങ്ങളെല്ലാവരും കേൾക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.